ഹായ് ഓൾ. നമ്മൾ ഈ നേരം വെളുത്ത് വരുമ്പോഴത്തേക്ക് കെട്ടും കിടക്കെ എടുത്ത് പോകുന്നത് പൊള്ളാച്ചിയിലോട്ടാണ്. ഇപ്പോൾ നമ്മൾ ഫുൾ ബിസിനസ് ട്രിപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് പൊള്ളാച്ചി, കോയമ്പത്തൂർ, അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ ഒരു ഭാഗം കറങ്ങാനാണ് പോകുന്നത്. കറങ്ങാനല്ല, ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മെഷീൻസ് നോക്കാനാണ് പോകുന്നത്. ഒരു വൺ ഡേ ട്രിപ്പെന്നും ഒക്കെ പറയാം. നമ്മൾ പൊള്ളാച്ചി പോകുന്ന വഴി ഫുള്ള് ഈ തെങ്ങും തോപ്പാണ്. അതേ ഒരാൾ അവിടെ ഒന്ന് എത്തി വരിഞ്ഞ് നോക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്വന്തം അനിയനാണ്. അവനിപ്പോൾ അവിടോട്ട് ഷിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റേ ഒക്കെ എളുപ്പമായി. അടുത്തുള്ള 1-2 ഷോപ്പിലും ഒക്കെ കയറിയിട്ട് നമ്മൾ നേരെ കോയമ്പത്തൂർക്ക് വിട്ടു. ഈ ഒരു പാലം കാണുമ്പം ആലുവ പാലം പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. പിന്നെ പോകുന്ന വഴിയും വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. കോയമ്പത്തൂർ സൈഡിലോട്ട് നല്ല ട്രാഫിക് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച് നമ്മൾ ഏതൊക്കെയോ റൂട്ടിൽ കൂടെ ഒക്കെ കയറി അവിടെ കോയമ്പത്തൂർ പഠിച്ച് വളർന്ന 2 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ SS ബിരിയാണിയിലോട്ട് പോകാമെന്ന് വെച്ച് പോകാൻ. അവിടുത്തെ പാലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. SS ബിരിയാണിയിൽ കാർ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വേറെ ഏതോ ഒരു കടയിൽ കയറി അവിടെ ഒന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് കുറേ തൈരും കുറേ എന്തൊക്കെയോ ചാറും മുട്ടയും ചിക്കനും. എനിക്ക് തമിഴ്നാട്ടിലെ ബിരിയാണി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒന്ന് സെറ്റായില്ല. ഉള്ളതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനാണോ വന്നത്, എന്ത് പർപ്പസിനാണോ വന്നത്, നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇതൊരു എക്യുപ്മെൻറ്റ്സ്, കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ആണ്. നമ്മളിപ്പോൾ സ്പൈസസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബിസിനസ്സിന് ആവശ്യത്തിനുള്ള മെഷീൻസും കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിയാണ് വന്നത്. കുറച്ചധികം ലാഗ് ഉള്ളതുകൊണ്ട് എൻ്റെ കെട്ടിയവൻ കാറിൽ പോയി ഇരുന്നിട്ട് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ 1 മിനിറ്റ് കൊണ്ട് 5 രൂപയ്ക്കും 10 രൂപയ്ക്ക് സാധനം വരുമെന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സവാളയ്ക്കൊക്കെ 5 രൂപയേ ഉള്ളൂ. അങ്ങനെ മേടിച്ചത് 5 രൂപയ്ക്ക് ഈ ഒരു ലിച്ചി. ഇത് എങ്ങനത്തെ ലിച്ചിയാണെന്നൊന്നും നമുക്കറിയില്ല. ലിച്ചിന്നാണ് പേര് കൊടുത്തേക്കുന്നത്. അങ്ങനെ കുറച്ച് സാധനം ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടി. നമ്മൾ നേരെ പൊള്ളാച്ചിയിലോട്ട് തിരിച്ച്, പറയുന്ന പോലെ അല്ല, പൊള്ളാച്ചിന്ന് കോയമ്പത്തൂരിലേക്ക് 1.5 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എത്താറായപ്പോൾ രാത്രിയാകാറായി. അങ്ങനെ നമ്മൾ നേരെ വീണ്ടും ഫുഡ് അടിക്കാൻ പോയി. ചുരുക്കം പറഞ്ഞാൽ ഇരിക്കാനൊന്നും സമയമില്ലായിരുന്നു. അവിടുത്തെ കൊത്തു പൊറോട്ട, ചിക്കൻ, എഗ്ഗ്, പിന്നെ എന്തോ ദോശ, മുട്ട ദോശ, എന്തായാലും ഫുഡ് അടിപൊളിയാണ്. ചെറിയൊരു കടയായിരുന്നു, അടിപൊളി ആൾക്കാരും അടിപൊളി ഫുഡും, ഒരു രക്ഷയില്ല. അങ്ങനെ പൊള്ളാച്ചി കോയമ്പത്തൂർ പോയ കാര്യമൊക്കെ സാധിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോകാമെന്ന്. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ തിരിച്ചു.